വർഷം 1930 ഓഗസ്റ്റ് 6. സ്ഥലം നോർവേയുടെ കീഴിലുള്ള സ്വാൽബാർഡ് ദ്വീപസമൂഹം. വൈറ്റ് ഐലൻഡിലെ ആൾത്താമസമില്ലാത്ത മഞ്ഞുമലകളിലൂടെ നടന്നുപോകുകയായിരുന്നു നോർവീജിയൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം. പെട്ടെന്നാണ് അവരുടെ കാലുകളെ നിലത്തുറപ്പിച്ച ആ കാഴ്ച കണ്ടത്. ഒരു പഴകിയ കൂടാരം, കാലപ്പഴക്കത്താൽ നിറം മങ്ങി കഴിഞ്ഞ 33 വർഷത്തെ കൊടുങ്കാറ്റിൽ കീറിപ്പറിഞ്ഞ ഒന്ന്. പക്ഷേ അതായിരുന്നില്ല അവരെ ശരിക്കും മരവിപ്പിച്ചു കളഞ്ഞത്. അതിനുള്ളിലെ കാഴ്ചയായിരുന്നു 3 മനുഷ്യരുടെ ജഡങ്ങൾ ആർട്ടിക്കിലെ കൊടും തണുപ്പിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കിടക്കുന്നു. അവയ്ക്ക് ചുറ്റിലുമോ അസാധ്യമെന്ന് തോന്നുന്ന ഒന്ന്, ചരിത്രത്തിന്റെ താളുകൾ തന്നെ തിരുത്തിയെഴുതാൻ പോന്ന ഒന്ന്. ലോകം ഇന്നേ വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകവും നൊമ്പരപ്പെടുത്തുന്നതുമായ ഒരു അതിജീവനത്തിന്റെ കഥ വെളിച്ചത്തു കൊണ്ടുവരുന്ന ഒന്ന്. കുറേ ഫിലിം റോളുകൾ. 1897 ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായ 3 പേരുടെ അവസാന നിമിഷങ്ങളായിരുന്നു ആ ഫിലിം റോളുകൾ. അസാധ്യമെന്ന് ലോകം കരുതിയ, ആരും ധൈര്യപ്പെടാത്ത ഒരു സാഹസത്തിന് മുതിർന്നവർ. അവർ അപ്രത്യക്ഷരായപ്പോൾ ആർട്ടിക് അവരെ വിഴുങ്ങിയെന്ന് ലോകം വിധിയെഴുതി. എന്നാൽ ഈ ഫോട്ടോകൾ പറഞ്ഞത് മറ്റൊരു കഥയായിരുന്നു. 79 ദിവസത്തെ അതിജീവനത്തിന്റെ കഥ. പ്രത്യാശ പതിയെ നിരാശയ്ക്ക് വഴിമാറിയ 79 രാപ്പകലുകൾ. അവസാന ഫ്രെയിമുകളിലോ മരണം തൊട്ടുമുന്നിലെത്തിയെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യരുടെ അവസാനത്തെ പിടച്ചിലുകൾ. ഒരു ഫോട്ടോയിൽ ഒരു ഹിമക്കരടിയെ വേട്ടയാടി പിടിച്ച ശേഷം അതിനരികിൽ നിൽക്കുന്ന ഒരാൾ കൊടും തണുപ്പിലും ആ മൃഗത്തിന്റെ ചോരയിൽ നിന്ന് ആവി പറക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നിൽ തകർന്നടിഞ്ഞ അവരുടെ ബലൂൺ, മഞ്ഞുപാളികളിൽ ചത്തടിഞ്ഞ ഒരു ഭീമൻ തിമിംഗലത്തെ പോലെ അത് കിടന്നു. പക്ഷെ ചരിത്രകാരന്മാരെ ഇന്നും വേട്ടയാടുന്ന ആ അവസാനത്തെ ഫോട്ടോ, അതിലൊറ്റയ്ക്കൊരാൾ തന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണിതെന്ന് അറിഞ്ഞുകൊണ്ടെന്ന പോലെ ഒരു കൂടാരം കെട്ടുകയാണ്. എങ്ങനെയാണ് 3 പേർ തകർന്ന ഒരു ബലൂണും സ്വന്തം ബുദ്ധിയും മാത്രം കൈമുതലാക്കി ഏകദേശം 3 മാസത്തോളം ആ മഞ്ഞുപാളികളിൽ പിടിച്ചുനിന്നത്? സ്വന്തം മരണത്തിലേക്കുള്ള ആ മെല്ലെയുള്ള യാത്ര അവർ എങ്ങനെ ക്യാമറയിൽ പകർത്തി? എന്തുകൊണ്ടാണ് അവരെ കണ്ടെത്താൻ 33 വർഷങ്ങൾ വേണ്ടിവന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തുടങ്ങുന്നത് ഒരാളിൽ നിന്നാണ്. ഉത്തരധ്രുവത്തിലേക്ക് പറന്നെത്താൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരാൾ. അയാളുടെ പേര് സോളമൻ ഓഗസ്റ്റ് ആൻഡ്രിയ എന്നായിരുന്നു. 1897 മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികവും അപകടം നിറഞ്ഞതും ഒരുപക്ഷെ ഏറ്റവും വിഡ്ഢിതം നിറഞ്ഞതുമായൊരു ദൗത്യത്തിന് അയാൾ തയ്യാറെടുക്കുകയായിരുന്നു. ഇത് ആ കഥയാണ്. മറ്റുള്ള പര്യവേഷകർ മഞ്ഞിലൂടെ കാലുകൾ വലിച്ചുവെച്ച് നടക്കുമ്പോൾ, അവരുടെ കപ്പലുകൾ മഞ്ഞുമലകളിലിടിച്ച് തകരുമ്പോൾ, പട്ടിണി കിടന്ന് അവർ മരിക്കുമ്പോൾ, ആൻഡ്രി ഉത്തരധ്രുവത്തിലേക്ക് ഒഴുകിപ്പോകണമായിരുന്നു. ഒരു കൊട്ടയിലിരുന്ന് ഒരു ഹൈഡ്രജൻ ബലൂണിൽ തൂങ്ങിയാടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 1895 റൈറ്റ് സഹോദരന്മാർ വിമാനം പോലും കണ്ടുപിടിച്ചിട്ടില്ല. ചൂടുവായു നിറച്ച ബലൂണുകളും പിന്നെ ദൈവത്തിലുള്ള പ്രാർത്ഥനയുമാണ് അന്നത്തെ വ്യോമയാനം. പക്ഷേ ആൻഡ്രിയോ ആ രഹസ്യത്തിൻ്റെ താക്കോൽ താൻ കണ്ടെത്തിയെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. വർഷങ്ങളായി അയാൾ ആർട്ടിക്കിലെ കാറ്റിൻ്റെ ഗതി പഠിക്കുകയായിരുന്നു. അതിശയകരമായ ഒരു കാര്യവും അയാൾ കണ്ടെത്തി. ആർട്ടിക്കിലെ മഞ്ഞുപാളികൾക്കു മീതെ വളരെ ഉയരത്തിൽ സ്ഥിരമായി വടക്കോട്ട് വീശുന്ന കാറ്റുകളുണ്ട്. സൈദ്ധാന്തികമായി ആ കാറ്റിന് ഒരു ബലൂണിനെ നേരെ ഉത്തരധ്രുവത്തിലേക്ക് എത്തിക്കാനാകും. പക്ഷേ ആൻഡ്രിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അയാൾ വെറുമൊരു സ്വപ്നജീവിയായിരുന്നില്ല. സ്വീഡനിലെങ്ങും ബഹുമാനിക്കപ്പെടുന്ന ഒരു എഞ്ചിനീയർ, സ്വീഡിഷ് റോയൽ അക്കാഡമി ഓഫ് സയൻസസിലെ അംഗം, സ്വീഡനു കുറുകെ ദീർഘദൂരം ബലൂൺ പറത്തി പേരെടുത്തയാൾ. അതുകൊണ്ട് റോയൽ സ്വീഡിഷ് അക്കാഡമിയിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ പദ്ധതിയെപ്പറ്റി പ്രഖ്യാപിച്ചപ്പോൾ ആരും ചിരിച്ചില്ല. അവരെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. മാന്യമഹാജനങ്ങളെ, ആൻഡ്രിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു, ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. കപ്പലിലല്ല, മഞ്ഞുവണ്ടിയിലുമല്ല, ആകാശമാർഗം ഉത്തരധ്രുവത്തിലെത്താമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ബലൂണിൽ. മുറിയിൽ സമ്പൂർണ്ണ നിശബ്ദത. ആ യാത്രയ്ക്ക് ഏകദേശം 6 ദിവസം വേണ്ടിവരും. സ്പിറ്റ്സ്ബർഗനിൽ നിന്ന് യാത്ര തുടങ്ങി അവിടെയുള്ള കാറ്റിന്റെ സഹായത്തോടെ വടക്കോട്ട് പറന്ന് നമ്മൾ ധ്രുവത്തിലെത്തും. അവിടെ ഇറങ്ങിയ ശേഷം ബലൂണിന്റെ കൊട്ട ഒരു മഞ്ഞുവണ്ടിയായി ഉപയോഗിച്ച് റഷ്യൻ അലാസ്കയിലേക്കോ കാനേഡിയൻ ദ്വീപുകളിലേക്കോ നമ്മൾ യാത്ര തുടരും. 6 ദിവസം
വെറും 6 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കാമെന്നാണ് അയാൾ കരുതുന്നത്. അവിശ്വസനീയമെന്നു പറയട്ടെ, ആളുകൾ അയാളെ വിശ്വസിച്ചു. സ്വീഡിഷ് സർക്കാർ പണം നൽകി. ഓസ്കാർ രണ്ടാമൻ രാജാവ് നേരിട്ട് ആശംസയറിയിച്ചു. ആൽഫ്രഡ് നോബൽ, അതെ, ആ നോബൽ തന്നെ, അദ്ദേഹവും ഒരു ചെക്ക് എഴുതി നൽകി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ആൻഡ്രി ഇതിനു മുൻപ് ആർട്ടിക്കിൽ ബലൂൺ പറത്തിയിട്ടില്ല. 0-ലും താഴെയുള്ള കൊടുംതണുപ്പിൽ തന്റെ ബലൂൺ എങ്ങനെ പ്രതികരിക്കുമെന്ന് അയാൾ പരീക്ഷിച്ചിട്ടില്ല. ഏതാനും മണിക്കൂറുകളിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന ഒരു യാത്രയും അയാൾ നടത്തിയിട്ടുമില്ല. ഇതിൽ കൂടുതലായി എന്തു പിഴയ്ക്കാനാണ്? നോർവേയിലെ സ്പിറ്റ്സ്ബർഗനിലുള്ള ഡെയ്ൻസ് ദ്വീപ്. 1896-ലെ വേനൽക്കാലം. ആൻഡ്രിയും സംഘവും അവരുടെ യാത്രയ്ക്ക് തയ്യാറെടുക്കാനായി അവിടെ എത്തി. കൂടെ 1890-കളിലെ ഏറ്റവും മികച്ച ബലൂൺ സാങ്കേതികവിദ്യയുമുണ്ടായിരുന്നു. ആ ബലൂൺ ഭീമാകാരമായിരുന്നു. പൂർണ്ണമായി വീർപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം 100 അടി വ്യാസം വരും. അവരതിന് ഈഗിൾ എന്ന് പേരിട്ടു. ആശയം അതിന്റെ ലാളിത്യത്തിൽ തന്നെ മനോഹരമായിരുന്നു. 3 പേരെയും വഹിച്ച് ഈഗിൾ പറന്നുയരും. ആൻഡ്രി യുവ ഫോട്ടോഗ്രാഫറും ഭൗതികശാസ്ത്രജ്ഞനുമായ നിൽസ് സ്ട്രിൻബർഗും പിന്നെ യാത്രയിലെ കാലാവസ്ഥാ നിരീക്ഷകനായി പ്രവർത്തിക്കുന്ന സിവിൽ എഞ്ചിനീയറായ ക്നൂട്ട് ഫ്രേങ്കലും എന്നിവർ. 6 ദിവസത്തേക്ക് വേണ്ടതെല്ലാമെന്ന് അവർ കരുതിയ സർവ്വതും ആ ബലൂണിന്റെ കൊട്ടയിൽ സജ്ജമാക്കിയിരുന്നു. ഭക്ഷണപ്പൊതികൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, ഹിമക്കരടികളെ നേരിടാനുള്ള തോക്കുകൾ, തങ്ങളുടെ ചരിത്രനേട്ടം പകർത്താനുള്ള ക്യാമറകൾ, എന്നിന് പുറം ലോകത്തേക്ക് സന്ദേശമയക്കാനുള്ള പ്രാവുകളെ വരെ. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു വില്ലൻ അവതരിച്ചു: കാറ്റ്. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ആൻഡ്രി ദ്വീപിന്റെ തീരത്തുനിന്ന് കാലാവസ്ഥാ ഉപകരണങ്ങളിലേക്ക് നോക്കി നിരാശയുടെ തലയാട്ടിക്കൊണ്ടിരുന്നു. കാറ്റിന്റെ ഗതി തെറ്റായിരുന്നു. വടക്കോട്ടായിരുന്നില്ല, തെക്കോട്ടായിരുന്നു അത് വീശിക്കൊണ്ടിരുന്നത്. ശരിയായ കാറ്റില്ലാതെ ഈഗിൾ അവരെ ഉത്തരധ്രുവത്തിൽ നിന്ന് അകറ്റുകയേയുള്ളൂ, അങ്ങോട്ടെത്തിക്കില്ല. 3 മാസത്തോളം അവർ കാത്തിരുന്നു. സ്ട്രിൻബർഗ് സ്റ്റോക്ക്ഹോമിലുള്ള തന്റെ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിക്ക് കത്തുകൾ എഴുതി. അതിലൊന്നിൽ ഇങ്ങനെയായിരുന്നു: എന്റെ പ്രിയപ്പെട്ട അന്ന, അനുകൂലമായ കാറ്റിനായി ഞങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നു. ആൻഡ്രിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വർഷം ഞങ്ങൾക്ക് യാത്ര തുടങ്ങാനാകുമോ എന്ന് ഞാൻ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒടുവിൽ വേനൽക്കാലം ശരത്കാലത്തിന് വഴിമാറിയപ്പോൾ ആൻഡ്രി ഹൃദയഭേദകമായ ആ തീരുമാനമെടുത്തു. അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ആദ്യത്തെ ശ്രമം തുടങ്ങുന്നതിനു മുൻപേ ഒരു പരാജയമായി മാറി. 1 വർഷത്തിനു ശേഷം അവർ തിരിച്ചെത്തി. അതേ ബലൂൺ, അതേ സംഘം, അതേ അസാധ്യമായ സ്വപ്നം. എന്നാൽ ഇത്തവണ എന്തോ ഒരു മാറ്റമുണ്ടായിരുന്നു. ആൻഡ്രയുടെ ഉള്ളിൽ തിടുക്കമായിരുന്നു. അയാൾക്ക് 43 വയസ്സായിരിക്കുന്നു. തന്റെ പേരും പെരുമയുമെല്ലാം ഈ ഒരു പദ്ധതിക്കായി അയാൾ പണയം വെച്ചിരിക്കുകയാണ്. സ്വീഡനിലെ പത്രങ്ങൾ അയാളെ ഒരു കോമാളിയായി ചിത്രീകരിക്കുന്നു. ഇതൊക്കെ പ്രശസ്തിക്കു വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണോ എന്ന് ചിലർ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ജൂലൈ 11-ന് കാറ്റ് വടക്കോട്ട് വീശാൻ തുടങ്ങിയപ്പോൾ ആൻഡ്രി ഒട്ടും സംശയിച്ചില്ല. സുഹൃത്തുക്കളെ, അയാൾ തന്റെ സംഘത്തോട് പ്രഖ്യാപിച്ചു: ഇന്ന് നമ്മൾ ചരിത്രം സൃഷ്ടിക്കുന്നു. ബലൂണിൽ കാറ്റു നിറയ്ക്കാൻ മണിക്കൂറുകളെടുത്തു. ചരിത്രാതീത കാലത്തെ ഏതോ ഭീമാകാരനായ ജീവി ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതുപോലെ ഈഗിൾ പതിയെ നിലത്തുനിന്ന് രൂപം കൊണ്ടു. അതിന്റെ പട്ടുകൊണ്ടുള്ള ആവരണത്തിൽ ഹൈഡ്രജൻ വാതകം നിറഞ്ഞു. അതിനെ കിട്ടിയിട്ട കയറുകളിൽ ആ ഭീമൻ ബലൂൺ വലിഞ്ഞു മുറുകി. ഉച്ചയ്ക്ക് 1:43-ന് ആൻഡ്രെ കൊട്ടയിലേക്ക് കയറി. പിന്നാലെ സ്ട്രിൻബർഗ് തന്റെ ക്യാമറ സാമഗ്രികൾ ഭദ്രമാക്കി വെച്ച് കയറി. ഫ്രീങ്കൽ അവസാനത്തെ സാധനങ്ങളും കയറ്റിവെച്ച് ശാസ്ത്രീയ ഉപകരണങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി. കരയിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം നിശബ്ദരായി. കയറുകൾ മുറിക്കൂ, ആൻഡ്രി അലറി. അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് അവർ വായുവിലേക്ക് ഉയർന്നു. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ എല്ലാം ഭംഗിയായി തന്നെ മുന്നോട്ടുപോയി. ശക്തമായ കാറ്റിൽ ഈഗിൾ സ്ഥിരതയോടെ വടക്കോട്ട് നീങ്ങി. മഞ്ഞുപാറികളും ഇടയ്ക്കിടെ കാണുന്ന ഹിമക്കരടികളും നിറഞ്ഞ ആർട്ടിക് സമുദ്രം അവർക്കു മുന്നിൽ അനന്തമായി പരന്നുകിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. സ്ട്രിൻബർഗ് ചിത്രങ്ങളെടുത്തു തുടങ്ങി. കാഴ്ച അതിമനോഹരമായിരുന്നു. ഇതിനു മുൻപ് ഒരു മനുഷ്യനും ഈ ഒരു കോണിൽ നിന്ന് ആർട്ടിക്കിനെ കണ്ടിട്ടില്ല. 1897 ജൂലൈ 12. ആർട്ടിക് സമുദ്രത്തിനു മുകളിൽ എവിടെയോ. ഈഗിളിപ്പോൾ മുകളിലേക്ക് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ അതിന്റെ ഉയരം കുറഞ്ഞുവരികയാണ്. ആൻഡ്രി തന്റെ ഉപകരണങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. പക്ഷേ ഫലം വ്യക്തമായിരുന്നു. അവർ താഴേക്ക് വരികയാണ്, അതിവേഗത്തിൽ.
പ്രശ്നം ബലൂൺ തന്നെയാണെന്ന് ഉള്ളിൽ പടരുന്ന ഭീതിയോടെ അവർ തിരിച്ചറിഞ്ഞു. ആർട്ടിക്കിലെ കൊടുംതണുപ്പും ഈർപ്പവുമേറ്റപ്പോൾ ബലൂണിന്റെ പട്ടുതുണി ചുരുങ്ങാൻ തുടങ്ങിയിരുന്നു. ഉള്ളിലെ ഹൈഡ്രജൻ തണുത്തതോടെ ബലൂണിനെ ഉയർത്തി നിർത്താനുള്ള അതിന്റെ ശേഷി കുറഞ്ഞുവന്നു. പക്ഷേ മറ്റൊരു പ്രശ്നം കൂടിയുണ്ടായിരുന്നു. അതിലും വലിയൊരെണ്ണം. നിയന്ത്രണവടങ്ങൾ. ബലൂണിന് താഴെയായി നീണ്ടുകിടക്കുന്ന വലിയ കയറുകളായിരുന്നു അവ. ബലൂണിന്റെ വേഗത കുറയ്ക്കാനും അതിന്റെ ദിശയിൽ ചെറിയ നിയന്ത്രണം നൽകാനുമാണ് അവ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ കയറുകൾ പിന്നാലെ വരുന്നതിനു പകരം താഴെയുള്ള മഞ്ഞുപാളികളിൽ കുടുങ്ങാൻ തുടങ്ങി. ബലൂൺ താഴ്ന്ന് കയറുകൾ നിലത്തുമുട്ടുമ്പോഴെല്ലാം അവ മഞ്ഞുപാളികളിലും കുന്നുകൂടിയ ഐസിലും കൊളുത്തി വലിക്കാൻ തുടങ്ങി. ഓരോ തവണയും അത് ഈഗിളിനെ അതിശക്തമായി കുലുക്കുകയും ബലൂണിന്റെ തുണി വലിച്ചു കീറുകയും ചെയ്തു. നമ്മുടെ ഉയരം വല്ലാതെ കുറയുന്നുണ്ട്, ഫ്രാങ്കൽ പറഞ്ഞു. ശബ്ദത്തിൽ പിരിമുറുക്കമുണ്ടായിരുന്നെങ്കിലും അയാൾ ആത്മനിയന്ത്രണം വിട്ടില്ല. ആൻഡ്രി ഗൗരവത്തോടെ തലയാട്ടി. ഭാരമുള്ളതെല്ലാം താഴേക്കെറിയാൻ തയ്യാറാകൂ. അവർ സാധനങ്ങൾ ഓരോന്നായി പുറത്തേക്കെറിയാൻ തുടങ്ങി. അധികമുണ്ടായിരുന്ന ഭക്ഷണപ്പൊതികൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, ഭാരമുള്ള എന്തും. കുറച്ചു മണിക്കൂറത്തേക്ക് അത് ഫലം കണ്ടു. പുതിയൊരു കാറ്റിൽ പിടിച്ച് ഈഗിൾ വീണ്ടും ഉയർന്നു. അവരെയും കൊണ്ട് കൂടുതൽ വടക്കോട്ട് നീങ്ങി. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും അവർ വീണ്ടും അപകടത്തിലായി. ഇത്തവണ താഴേക്കെറിയാൻ അവരുടെ കയ്യിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഈഗിൾ മഞ്ഞുപാളിയിൽ വന്നിടിച്ചു. അതൊരു സാധാരണ ഇറക്കമായിരുന്നില്ല, ഒരിടിയായിരുന്നു. ബലൂണിന്റെ കൊട്ട ഒരു മഞ്ഞുമലയിൽ ആഞ്ഞടിച്ചു. 3 പേരും മഞ്ഞിലേക്ക് തെറിച്ചു വീണു. ഭാഗികമായി മാത്രം കാറ്റൊഴിഞ്ഞിരുന്ന ബലൂൺ അവരെയും കൊണ്ട് 100 കണക്കിന് വാരദൂരത്തേക്ക് നിരങ്ങി നീങ്ങി. ഒടുവിൽ ആൻഡ്രി എങ്ങനെയോ കയറുകൾ മുറിച്ച് ആ ഭീമൻ യാത്രയ്ക്കൊരു വിരാമമിട്ടു. കുറച്ചുനേരത്തേക്ക് ആരും അനങ്ങിയില്ല. അവരുടെയെല്ലാം മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു. തങ്ങൾ ആർട്ടിക് മഞ്ഞുപാളികൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടുപോയിരിക്കുന്നു. ഏറ്റവും അടുത്ത മനുഷ്യവാസമുള്ള സ്ഥലത്ത് നിന്ന് 100 കണക്കിന് മൈലുകൾ അകലെ. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല. കയ്യിലുള്ള ഭക്ഷണവും സാധനങ്ങളും തുച്ഛം. എന്നാൽ ഈ 3 പേരുടെ കാര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് സമനില തെറ്റിയില്ല. ആൻഡ്രി തന്റെ ഡയറി എടുത്ത് അതിലിങ്ങനെ കുറിച്ചു: ജൂലൈ 14, 10:55 GMT. അക്ഷാംശം 82 ഡിഗ്രി 56 മിനിറ്റ് വടക്ക്. രേഖാംശം 29 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക്. ഈഗിൾ ബലൂൺ ഇവിടെ ഇറങ്ങി. എല്ലാവരും സുഖമായിരിക്കുന്നു. ഈ മഞ്ഞുപാളിയിൽ വെച്ചാണ് ഇതെഴുതുന്നത്. ഞങ്ങൾ മഞ്ഞിനോടൊപ്പം കിഴക്ക് വടക്ക് കിഴക്ക് ദിശയിലേക്ക് 10 മണിക്കൂറിൽ 2 നോട്ടിക്കൽ മൈൽ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു പോലും. നാഗരികതയിൽ നിന്ന് 100 കണക്കിന് മൈലുകൾ അകലെ ഒരു വിമാനാപകടത്തിൽ പെട്ടിരിക്കുന്നു. എന്നിട്ടും ആൻഡ്രിയുടെ അഭിപ്രായത്തിൽ എല്ലാം സുഖകരം. അതേസമയം സ്ട്രിൻബർഗ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കാരണം അവർ ഒറ്റപ്പെട്ടുപോയെങ്കിലും അവർ ചരിത്രം സൃഷ്ടിക്കുക കൂടിയായിരുന്നു. ഇതിനു മുൻപ് ഒരു മനുഷ്യനും ഇത്രയധികം വടക്കോട്ട് എത്തിയിട്ടില്ല. ആർട്ടിക്കിൽ ഒരു ബലൂൺ അപകടത്തെ ആരും അതിജീവിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ ആ മരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തണമല്ലോ. അങ്ങനെ 3 ദിവസത്തോളം അവർ ആ തകർന്ന ബലൂണിനരികിൽ തങ്ങി. അതൊരു വിചിത്രമായ കാഴ്ചയായിരുന്നു. കാറ്റൊഴിഞ്ഞ ഒരു ഭീമൻ ബലൂൺ, അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു കൊട്ട, വിക്ടോറിയൻ കാലഘട്ടത്തിലെ വേഷം ധരിച്ച 3 മനുഷ്യർ, എല്ലാവരും വിജനതയുടെ നടുവിൽ ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുപാളിക്കു മുകളിൽ. അവർ തങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുടെ കണക്കെടുത്തു. ശ്രദ്ധിച്ചുപയോഗിച്ചാൽ മാസങ്ങളോളം ജീവിക്കാനുള്ള ഭക്ഷണമുണ്ട്. തോക്കുകൾ, വെടിയുണ്ടകൾ, ഒരു ചെറിയ ബോട്ട്, കൂടാരങ്ങൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, എല്ലാം ആവശ്യത്തിന്. പക്ഷേ ഇത്രയും ഭാരം ചുമന്നുകൊണ്ട് നടക്കുക അസാധ്യമായിരുന്നു. ഒടുവിൽ ആൻഡ്രി ആ തീരുമാനമെടുത്തു. നമ്മൾ ഫ്രാൻസ് ജോസഫ് ലാൻഡിലേക്ക് നടക്കും എന്ന് അയാൾ പ്രഖ്യാപിച്ചു. 100 കണക്കിന് മൈലുകൾ താണ്ടണം. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും പിളർന്നു മാറാവുന്ന മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ. അവരുടെ ആദ്യത്തെ ജോലി മഞ്ഞുവണ്ടികൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. ബലൂണിന്റെ ചട്ടക്കൂടിൽ നിന്ന് കിട്ടാവുന്ന മരവും മുളയുമെല്ലാം അവർ ഇളക്കിയെടുത്തു. അതുകൊണ്ട് പ്രാകൃതമായ എന്നാൽ ഉപയോഗപ്രദമായ 3 വണ്ടികൾ അവർ നിർമ്മിച്ചു. ഓരോ വണ്ടിയിലും ഏകദേശം 200 കിലോ ഭാരം കയറ്റണമായിരുന്നു. അതികഠിനമായ ജോലിയായിരുന്നു അത്. കൊടും തണുപ്പിൽ അത്തരം ജോലികൾ ചെയ്ത് ശീലമില്ലാത്ത അവരുടെ കൈകൾ മരവിച്ച് പൊള്ളിയതർന്നുപോയി. ആർട്ടിക്കിന്റെ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചത് അവരുടെ മരം മുറിക്കുന്നതിന്റെയും ആണികളടിക്കുന്നതിന്റെയും ശബ്ദം മാത്രമായിരുന്നു. ഇടയ്ക്ക് കാലിനടിയിലെ മഞ്ഞുപാളികൾ ഞരങ്ങുന്ന ശബ്ദവും. ജൂലൈ 22-ന് അപകടം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം അവർ യാത്രയ്ക്ക് തയ്യാറായി.
തങ്ങളുടെ വലിയ സ്വപ്നത്തിന്റെ പ്രതീകമായിരുന്ന ഈഗിളിന്റെ അവശിഷ്ടങ്ങൾ അവർ പിന്നിലുപേക്ഷിച്ചു. ഇപ്പോൾ അത് മഞ്ഞുപാളിക്കു മുകളിലെ ഒരു ശവകുടീരം മാത്രമായിരുന്നു. ഉത്തരധ്രുവത്തോട് വിട പറഞ്ഞ് അവർ തെക്കോട്ട് നടക്കാൻ തുടങ്ങി. 3 മനുഷ്യർ, താങ്ങാനാവാത്ത ഭാരമുള്ള 3 മഞ്ഞുവണ്ടികളും വലിച്ച് അവരെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ലോകത്തിലൂടെ. അവരുടെ ആകാശയാത്ര 3 ദിവസം പോലും നീണ്ടുനിന്നില്ല. എന്നാൽ അവരുടെ കാൽനടയാത്ര അത് തുടങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ നരകതുല്യമായിരുന്നു. അവരുടെ ആ മഞ്ഞുവണ്ടികൾ ഒരു ദുസ്വപ്നമായി മാറി. മഞ്ഞുപാളികൾ കൂട്ടിയിടിച്ചുയർന്ന ഭാഗങ്ങളിലും വിള്ളലുകളിലും അവ കൂടെ കുടുങ്ങി. ഓരോ തവണയും വണ്ടിയിൽ നിന്ന് ഭാരമെല്ലാം താഴെയിറക്കണം, ഓരോ സാധനങ്ങളായി ചുമന്ന് മറുവശത്തെത്തിക്കണം, എന്നിട്ട് വീണ്ടും വണ്ടിയിൽ കയറ്റണം. നട്ടെല്ലൊടിക്കുന്ന ജോലി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വിരലിലെണ്ണാവുന്ന മൈലുകൾ മാത്രമേ മുന്നോട്ടു പോയിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലെ സ്ട്രിൻബർഗിന്റെ ഫോട്ടോകളിൽ അവരുടെ തളർച്ച വ്യക്തമായിരുന്നു. ക്ഷീണിച്ചുറഞ്ഞ മുഖങ്ങൾ, മഞ്ഞുവണ്ടികൾക്ക് മുകളിലേക്ക് തളർന്നു വീണ ശരീരങ്ങൾ, പ്രകൃതിയുടെ ഭീമാകാരമായ കരുത്തിനു മുന്നിൽ നിസ്സഹായരായ മനുഷ്യരുടെ നേർക്കാഴ്ചയായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് ആൻഡ്രി ആ ഭയാനകമായ സത്യം തിരിച്ചറിയുന്നത്. തന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദിശയും സ്ഥാനവും കൃത്യമായി അളന്നപ്പോൾ അയാളുടെ നെഞ്ച് തകർന്നുപോയി. അവർ നടന്നു നീങ്ങുന്ന മഞ്ഞുപാളി തെക്കോട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ. ഒരർത്ഥത്തിൽ ഓരോ ചുവടുവെക്കുമ്പോഴും അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകുകയായിരുന്നു. ആ തിരിച്ചറിവ് അവരെ തളർത്തിക്കളഞ്ഞു. മുന്നോട്ടുള്ള ഓരോ ചുവടും അർത്ഥശൂന്യമായിരുന്നു. അവരുടെ ശത്രു മുന്നിലെ മഞ്ഞുമലകൾ മാത്രമല്ല, അവർ നിൽക്കുന്ന ഭൂമി തന്നെയായിരുന്നു. അവർക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: പദ്ധതികൾ മാറ്റുക, അതിജീവനത്തിന്റെ നിയമങ്ങൾ മാറ്റിയെഴുതുക. തളർന്നിരിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ഒഴുക്കിനെതിരെ നീന്തുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കിയ ആൻഡ്രി പുതിയൊരു പദ്ധതിയിട്ടു. നമ്മളിവിടെ ഒരു താവളമുണ്ടാക്കുന്നു, അയാൾ പറഞ്ഞു. ഈ മഞ്ഞുപാളി നമ്മളെ എങ്ങോട്ടെങ്കിലും എത്തിക്കട്ടെ, അതുവരെ നമ്മളിവിടെ ജീവിക്കും. അതൊരു കീഴടങ്ങളായിരുന്നില്ല, അതൊരു പുതിയ തന്ത്രമായിരുന്നു. യാത്രക്കാരെന്ന നിലയിൽ നിന്ന് അവർ വേട്ടക്കാരായി മാറി. മഞ്ഞുകട്ടകൾ ചെത്തിയെടുക്കി ബലൂണിന്റെ പട്ടുകൊണ്ടുള്ള മേൽക്കൂരയുണ്ടാക്കി അവർ തങ്ങൾക്കൊരു കൂര പണിതു. താൽക്കാലികമായെങ്കിലും അതവർക്ക് സുരക്ഷിതത്വം നൽകി. പിന്നീടുള്ള ദിവസങ്ങൾ അതിജീവനത്തിൻ്റേതായിരുന്നു. അവരുടെ പ്രധാന ഭക്ഷണം ഹിമക്കരടികളായി. ആ ഭയാനകമായ നിശബ്ദതയിൽ ഒരു വെടിയൊച്ച മുഴങ്ങുമ്പോൾ അതൊന്നുകിൽ അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണത്തെ അർത്ഥമാക്കി, അല്ലെങ്കിൽ പാഴായിപ്പോയ ഒരു വെടിയുണ്ടേ. അവരുടെ ആദ്യത്തെ വേട്ട ഒരു വിജയമായിരുന്നു. ആ ഭീമാകാരനായ മൃഗത്തെ വീഴ്ത്തിയപ്പോൾ അവർക്ക് ഭക്ഷണവും വിളക്ക് കത്തിക്കാനും ചൂടുകായാനും അതിൻ്റെ കൊഴുപ്പും ഒരൽപ്പം പ്രതീക്ഷയും ലഭിച്ചു. ഇതിനിടയിലും സ്ട്രിൻബർഗ് തന്റെ ക്യാമറ താഴെ വെച്ചില്ല. തങ്ങളുടെ ഈ പുതിയ പരുക്കൻ ജീവിതം അയാൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നു. വേട്ടയാടിയ കരടിയുടെ തൊലിയുലിയുന്ന ഫ്രേങ്കൽ, മഞ്ഞുകൂരയുടെ മുന്നിലിരുന്ന് എന്തോ കുത്തിക്കുറിക്കുന്ന ആൻഡ്രി, അനന്തമായി പരന്നുകിടക്കുന്ന മഞ്ഞുലോകം. ഓരോ ചിത്രവും അവരുടെ സഹനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തെളിവായി മാറി. ഒരു കാലത്തേക്ക് അവർ പര്യവേക്ഷകരല്ലാതായി, വേട്ടക്കാരായി, യാത്രക്കാരല്ലാതായി, ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുദ്വീപിലെ താമസക്കാരായി. സെപ്റ്റംബർ മാസമെത്തി. അവർ ആ മഞ്ഞുപാളിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായിരുന്നു. ആർട്ടിക്കിലെ വേനൽ അവസാനിക്കുകയായിരുന്നു. പകലിന്റെ നീളം കുറഞ്ഞു, തണുപ്പ് കൂടി വന്നു. അപ്പോഴാണ് ആ മഞ്ഞുപാളിക്ക് മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ആദ്യം അത് ചെറിയ ഞരക്കങ്ങളായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കാലിനടിയിലെ മഞ്ഞുപാളിക്ക് ജീവൻ വെച്ചതുപോലൊരു തോന്നൽ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഞരക്കങ്ങൾ കരച്ചിലുകളായി മാറി. പിന്നീട് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കൂരയ്ക്ക് സമീപത്തുകൂടി നേർത്ത പാമ്പുകളെപ്പോലെ അവ ഇഴഞ്ഞു നീങ്ങി. ഓരോ പുതിയ വിള്ളൽ കാണുമ്പോഴും അവരുടെ ഹൃദയമിടിപ്പ് കൂടി. തങ്ങൾ താമസിക്കുന്ന ഈ മഞ്ഞുദ്വീപ് അധികകാലം നിലനിൽക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒടുവിൽ ഒക്ടോബർ 2-ന് ആ സംഭവം നടന്നു. ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദത്തോടെ അവരുടെ മഞ്ഞുദ്വീപ് 2ആയി പിളർന്നു. അവർ പണിതുയർത്തിയ കൂര നിന്നിരുന്ന ഭാഗം കടലിലേക്ക് അടർന്നു വീണു. അവർ ഞെട്ടിവിറച്ചുപോയി. അവരുടെ സുരക്ഷിതമായ ലോകം കൺമുന്നിൽ തകർന്നടിയുകയായിരുന്നു. ജീവനും മരണത്തിനുമിടയിലുള്ളൊരു വെപ്രാളമായിരുന്നു പിന്നീട്. തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാനും തങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും അവർ പൊരുതി. ആ അലർച്ചയ്ക്കും ബഹളത്തിനുമിടയിൽ അവർ തങ്ങളുടെ മഞ്ഞുവണ്ടികൾ സുരക്ഷിതമായ മറ്റൊരു മഞ്ഞുപാളിയിലേക്ക് വലിച്ചുകയറ്റി. അവർ രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ വീട് നഷ്ടപ്പെട്ടിരുന്നു.
അവർ വീണ്ടും അഭയാർത്ഥികളായി. ക്ഷീണിച്ച് തണുത്തുവിറച്ച് പ്രതീക്ഷയറ്റ അവർ ചുറ്റും നോക്കി. അപ്പോഴാണ് അവർ അത് കണ്ടത്. അകലെ മഞ്ഞിന്റെയും ആകാശത്തിന്റെയും അതിരിൽ ഒരു കറുത്ത രൂപം, ഒരു നിഴൽ പോലെ. അതൊരു മരീചികയായിരുന്നില്ല, അതൊരു ദ്വീപായിരുന്നു. കര. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി അവർ കര കാണുകയായിരുന്നു. ആ കാഴ്ച തളർന്നുപോയ അവരുടെ സിരകളിലേക്ക് പുതിയൊരു ഊർജം പകർന്നു. രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരം. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഒരു തരം പരീക്ഷണമായിരുന്നു. കാറ്റും കടലൊഴുക്കും തങ്ങളെ ആ കരയിലേക്ക് അടുപ്പിക്കുമോ അതോ അകറ്റുമോ എന്നറിയാത്ത കാത്തിരിപ്പ്. അവർ തങ്ങളുടെ ചെറിയ ബോട്ടിൽ കയറി തുഴയാൻ ശ്രമിച്ചു. പക്ഷേ ചുറ്റുമുള്ള മഞ്ഞുകട്ടകൾക്കിടയിലൂടെയുള്ള യാത്ര അസാധ്യമായിരുന്നു. അവർക്ക് കാത്തിരിക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഓരോ മണിക്കൂറും ആ കറുത്ത രൂപം വലുതായി വരുന്നത് അവർ നോക്കിയിരുന്നു. ഒടുവിൽ അവരുടെ മഞ്ഞുപാളി ആ ദ്വീപിന്റെ തീരത്തോട് ചേർന്നപ്പോൾ അവർ ഒട്ടും മണിച്ചില്ല. തങ്ങളുടെ ബോട്ടും അവശേഷിച്ച സാധനങ്ങളും വലിച്ച് അവർ ആ മണ്ണിലേക്ക് കാലുകുത്തി. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി കാലിനടിയിൽ ഉറപ്പുള്ള നിലം, ചലിക്കാത്ത, പിളരാത്ത, തകരാത്ത ഭൂമി. ആ നിമിഷത്തെ ആശ്വാസം അവർക്ക് വാക്കുകൾക്കതീതമായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവർ വന്നിറങ്ങിയത് വൈറ്റ് ഐലൻഡായിരുന്നു. ആർട്ടിക്കിലെ ഏറ്റവും വിജനവും ഭയാനകവുമായ ഒരിടം. മരങ്ങളില്ല, പച്ചപ്പില്ല, കറുത്ത പാറകളും മഞ്ഞും മാത്രം. ജീവന്റെ ഒരു തുടിപ്പ് പോലുമില്ലാത്ത ഒരിടം. അവർക്ക് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു അഭയകേന്ദ്രം പണിയുക. ശൈത്യകാലത്തെ അതിജീവിക്കാൻ പാകത്തിന് സുരക്ഷിതമായൊരിടം. അവശേഷിച്ച ഊർജം മുഴുവൻ സംഭരിച്ച് അവർ പണി തുടങ്ങി. മഞ്ഞുകട്ടകൾക്കിടയിൽ നിന്ന് കിട്ടിയ പാറകളും ഒഴുക്കിൽ കരക്കടിഞ്ഞ മരക്കഷ്ണങ്ങളും ബലൂണിന്റെ കീറിപ്പടിഞ്ഞ പട്ടുമെല്ലാം അവർ ഉപയോഗിച്ചു. അതൊരു വീടെന്ന് പറയാൻ കഴിയില്ലായിരുന്നു, മറിച്ച് തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും രക്ഷ നേടാനൊരു മാളം മാത്രം. ഓരോ ദിവസവും പകലിന്റെ ദൈർഘ്യം കുറഞ്ഞുവന്നു. സൂര്യൻ ചക്രവാളത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അതൊരു മരണത്തോടുള്ള മത്സരമായിരുന്നു. ഇരുട്ടു പരക്കുന്നതിനു മുൻപ്, അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് തങ്ങളെ വിഴുങ്ങുന്നതിനു മുൻപ് അവർക്ക് തങ്ങളുടെ കൂട് പൂർത്തിയാക്കണമായിരുന്നു. ഈ സമയത്തും സ്ട്രിൻബർഗ് ഒരു ഫോട്ടോ എടുത്തു. ഒരുപക്ഷെ അയാൾ എടുത്തതിൽ വെച്ച് ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ചിത്രം. ക്ഷീണിച്ച് തളർന്ന് തങ്ങളുടെ താൽക്കാലിക കൂരയ്ക്ക് പുറത്തു നിൽക്കുന്ന ആൻഡ്രിയും ഫ്രേങ്കലും. അവരുടെ കണ്ണുകളിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയവും അനിശ്ചിതത്വവുമുണ്ടായിരുന്നു. അവസാനം അവർ ആ കൂര പൂർത്തിയാക്കി. അവർ അതിനുള്ളിലേക്ക് തങ്ങളുടെ സാധനങ്ങളെല്ലാം മാറ്റി. ആ ചെറിയ കൂരയ്ക്കുള്ളിലെ ഇത്തിരി ചൂട് അവർക്ക് സ്വർഗമായി തോന്നി. അവർ വിജയിച്ചു എന്ന് ഒരു നിമിഷത്തേക്ക് അവർ കരുതി. പക്ഷേ അവർക്ക് തെറ്റി. അന്നേ ദിവസം വൈകുന്നേരം അവർ തങ്ങളുടെ കൂരയുടെ വാതിൽക്കൽ നിന്ന് നോക്കി നിൽക്കെ ആർട്ടിക്കിലെ സൂര്യൻ ചക്രവാളത്തിന് താഴേക്ക് മറഞ്ഞു. ഇനി മാസങ്ങളോളം അത് തിരികെ വരില്ല. അവർക്ക് ചുറ്റും അനന്തമായ ഇരുട്ടും ഭ്രാന്തു പിടിപ്പിക്കുന്ന നിശബ്ദതയും മാത്രം. പുറത്ത് ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ ശബ്ദം മാത്രം ഇടയ്ക്ക് ആ നിശബ്ദതയെ ഭേദിച്ചു. അവരുടെ ജീവിതം ആ ചെറിയ കൂരയ്ക്കുള്ളിൽ ഒതുങ്ങി. ഉണരുക, ഹിമക്കരടിയുക, മാംസം കഴിക്കുക, ഉപകരണങ്ങൾ പരിശോധിക്കുക, ഉറങ്ങുക. അതൊരു ജീവിതമായിരുന്നില്ല, മരിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി. അവരുടെ ശരീരങ്ങൾ ദുർബലമായിക്കൊണ്ടിരുന്നു. ഹിമക്കരടിയുടെ മാംസം മാത്രം കഴിച്ചതുകൊണ്ടുള്ള അസുഖങ്ങൾ അവരെ ബാധിച്ചു തുടങ്ങിയിരുന്നു. ആദ്യം തളർന്നത് സ്ട്രിൻബർഗ് ആയിരുന്നു. ഏറ്റവും ചെറുപ്പക്കാരനായ തന്റെ പ്രിയപ്പെട്ട അന്നയെ സ്വപ്നം കണ്ടിരുന്ന സ്ട്രിൻബർഗ്. കടുത്ത പനിയും വയറുവേദനയും കൊണ്ട് അയാൾ പുളഞ്ഞു. ആൻഡ്രിയും ഫ്രേങ്കലും നിസ്സഹായരായി നോക്കി നിന്നു. മരുന്നുകളില്ല, ചികിത്സയില്ല. ആ വിജനതയിൽ സ്നേഹത്തോടെ ഒന്ന് തലോടാനല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ലായിരുന്നു. തന്റെ അവസാന മണിക്കൂറുകളിൽ സ്ട്രിൻബർഗ് തന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിൽ മുറുകെ പിടിച്ചു. അതിനുള്ളിൽ അന്നയുടെ ചിത്രമുണ്ടായിരുന്നു. ഒരുപക്ഷേ ആ ഇരുട്ടിൽ അയാൾ കണ്ട അവസാനത്തെ വെളിച്ചം അതായിരിക്കാം. പിന്നീട് ആൻഡ്രി തന്റെ ഡയറിയിൽ വിറയ്ക്കുന്ന കൈകളോടെ ഇങ്ങനെ കുറിച്ചു: ഒക്ടോബർ 17, ഞങ്ങളുടെ സ്ട്രിൻബർഗ് ഇന്ന് മരണമടഞ്ഞു. അവർ തങ്ങളുടെ സുഹൃത്തിനെ മഞ്ഞിൽ ഒരു ചെറിയ കുഴിയെടുത്തടക്കി. വാക്കുകളുണ്ടായിരുന്നില്ല, കണ്ണീരുപോലുമുണ്ടായിരുന്നില്ല. കൊടും തണുപ്പിൽ അതെല്ലാം ഉറച്ചുപോയിരുന്നു. 3 പേരുണ്ടായിരുന്ന ഒരു ലോകം അതോടെ അവസാനിച്ചു. ഇപ്പോൾ 2 പേർ മാത്രം, തങ്ങളുടെ ഊഴവും കാത്ത് പരസ്പരം നോക്കിയിരിക്കുന്ന 2 പേർ.
ഇനി ചോദ്യം ഒന്നേയുള്ളൂ, അടുത്തത് ആര്? സ്ട്രിൻബർഗിന്റെ മരണത്തോടെ ആ കൂരയ്ക്കുള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും അണഞ്ഞു. സംസാരിക്കാൻ വാക്കുകളില്ലായിരുന്നു, ആശ്വസിപ്പിക്കാൻ ശക്തിയുമില്ലായിരുന്നു. അവർ രണ്ടുപേരും ആ ഇരുട്ടിൽ വെറുതെയിരുന്നു, ഓരോരുത്തരും അവരവരുടെ ചിന്തകളിൽ മുഴുകി. പുറത്ത് ലോകം മരവിച്ചു കിടന്നു, അകത്ത് അവരുടെ ഹൃദയങ്ങളും. ദിവസങ്ങൾ കടന്നുപോയത് അവർ അറിഞ്ഞില്ല. തണുപ്പും വിശപ്പും രോഗവും അവരുടെ ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഒരു കാലത്ത് സ്വീഡനിലെ ഏറ്റവും ബഹുമാന്യരായ മനുഷ്യരായിരുന്ന അവർ ഇപ്പോൾ നിഴലുകൾ മാത്രമായി മാറിയിരുന്നു. ആൻഡ്രിയുടെ ഡയറിക്കുറിപ്പുകൾ ചെറുതായി വന്നു, ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം. കാലാവസ്ഥയെക്കുറിച്ചോ തന്റെ ശാരീരിക വേദനകളെക്കുറിച്ചോ ഉള്ള അവ്യക്തമായ കുറിപ്പുകൾ. അധികം വൈകാതെ ഫ്രേങ്കലും കിടപ്പിലായി. അയാളുടെ ശരീരം തളർന്നു, ശബ്ദം നേർത്തു. ആ ഇരുട്ടിൽ ആൻഡ്രിക്ക് തന്റെ സുഹൃത്ത് മരണത്തോട് മല്ലടിക്കുന്നത് കേൾക്കാമായിരുന്നു. പിന്നെ ഒരു പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഒരു രാത്രിയിൽ, സമയത്തിനർത്ഥമില്ലാതായ ആ ദിനങ്ങളിലൊന്നിൽ ആൻഡ്രി എഴുന്നേറ്റപ്പോൾ ഫ്രേങ്കലിന്റെ ശരീരം തണുത്തുറഞ്ഞിരുന്നു. അയാൾ പോയിരിക്കുന്നു, ശാന്തമായി, നിശബ്ദമായി ആ ഇരുട്ടിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ആൻഡ്രി തനിച്ചായി. രണ്ട് സുഹൃത്തുക്കളുടെ മൃതദേഹങ്ങൾക്കിടയിൽ, അനന്തമായ ആർട്ടിക് രാത്രിയുടെ നടുവിൽ, ഒരു മനുഷ്യൻ തന്റെ സ്വപ്നങ്ങളെല്ലാം ചാരമായി മാറിയത് കണ്ടുകൊണ്ട് അയാൾ തന്റെ അവസാനത്തെ ഊഴവും കാത്തിരുന്നു. ഇപ്പോൾ ആൻഡ്രി ജീവിക്കുന്ന ഒരു പ്രേതം പോലെയായിരുന്നു. രണ്ട് മൃതദേഹങ്ങൾക്കിടയിൽ, കാലവും സമയവും മരവിച്ചുപോയ ഒരിടത്ത് അയാൾ തനിച്ചായി. ഓർമ്മകൾ അയാളെ വേട്ടയാടി. സ്റ്റോക്ക്ഹോമിലെ തെരുവുകൾ, രാജാവിന്റെ അഭിനന്ദനങ്ങൾ, ഒരു ബലൂണിൽ ഉത്തരധ്രുവത്തിലേക്ക് പറക്കുമെന്ന് താൻ പ്രഖ്യാപിച്ച ആ ദിനം, എല്ലാം ഒരു വിദൂര സ്വപ്നം പോലെ തോന്നി. തന്റെ അവസാനത്തെ ഊർജം മുഴുവൻ സംഭരിച്ച് അയാൾ ആ ഡയറി കയ്യിലെടുത്തു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അതിലെ അവസാനത്തെ താളുകൾ അയാൾ മറിച്ചു. ഒരുപക്ഷേ തന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു വിടവാങ്ങൽ മൊഴി, അല്ലെങ്കിൽ തന്റെ പരാജയത്തിന്റെ ഒരു കുറ്റസമ്മതം. എന്താണ് അയാൾ എഴുതിയതെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ അവസാനത്തെ കുറിപ്പുകൾ അവ്യക്തമായിരുന്നു, തളർന്ന ഒരു മനസ്സിന്റെ നേർത്ത തേങ്ങലുകൾ. പക്ഷേ അയാൾക്കൊരു അവസാനത്തെ കർത്തവ്യം കൂടിയുണ്ടായിരുന്നു. സ്ട്രിൻബർഗിന്റെ ഫിലിം റോളുകൾ, തങ്ങളുടെ യാത്രയുടെ, അതിജീവനത്തിന്റെ, മരണത്തിന്റെ ഏകസാക്ഷികൾ. ചരിത്രത്തിന്റെ ആ താളുകൾ നശിച്ചുപോകരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവസാനത്തെ ശ്വാസമുപയോഗിച്ച് അയാൾ ആ ഫിലിം റോളുകൾ ഒരുമിച്ചുകൂട്ടി ഒരു ലോഹപ്പെട്ടിക്കുള്ളിലാക്കി ഭദ്രമായി അടച്ചുവെച്ചു. താൻ മണ്ണോട് ചേർന്നാലും തങ്ങളുടെ കഥ ലോകമറിയണമെന്ന് അയാൾ ആഗ്രഹിച്ചിരിക്കണം. അതിനുശേഷം അയാൾ കിടന്നു. ഇനി എഴുന്നേൽക്കാനാവില്ലെന്ന് ഒരുപക്ഷേ അയാൾക്കറിയാമായിരിക്കാം. പുറത്ത് കാറ്റ് നിലച്ചിരുന്നു, അകത്തും പുറത്തും സമ്പൂർണ്ണ നിശ്ശബ്ദത. അവസാനമായി ആ ഡയറി അയാളുടെ മരവിച്ച കൈകളിൽ നിന്ന് നിലത്തേക്ക് വഴുതി വീണു. അവിടെ ആ ഇരുട്ടിൽ സോളമൻ ഓഗസ്റ്റ് ആൻഡ്രിയുടെ സ്വപ്നങ്ങൾ അവസാനിച്ചു. 33 ശൈത്യകാലങ്ങൾ ആ കല്ലറയ്ക്ക് മുകളിലൂടെ കടന്നുപോയി. ആൻഡ്രിയുടെയും ഫ്രേങ്കലിന്റെയും സ്ട്രിൻഡ്ബർഗിന്റെയും പേരുകൾ ചരിത്രപുസ്തകങ്ങളിലെ ഒരു അടിക്കുറിപ്പ് മാത്രമായി മാറി. ആർട്ടിക്കിന്റെ മടിത്തട്ടിൽ അപ്രത്യക്ഷരായ സാഹസികർ. അവരുടെ കഥ അതോടെ അവസാനിച്ചുവെന്ന് ലോകം കരുതി. എന്നാൽ 1930 ഓഗസ്റ്റ് 6-ന് നോർവീജിയൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം വൈറ്റ് ഐലൻഡിൽ കാലുകുത്തി. അവർ അവിടെ കണ്ടത് കാലപ്പഴക്കത്താൽ ജീർണിച്ച ഒരു കൂടാരവും കൊടും തണുപ്പിൽ കേടുകൂടാതെയിരുന്ന 3 മൃതദേഹങ്ങളുമായിരുന്നു. അതിലുപരി അവർ മറ്റൊന്നു കണ്ടെത്തി, ആൻഡ്രിയുടെ ഡയറി, പിന്നെ അയാൾ അവസാനമായി ഭദ്രമാക്കിവെച്ച ആ ലോഹപ്പെട്ടിയും. അതിനുള്ളിൽ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭയാനകമായ അതിജീവനത്തിന്റെ തെളിവുകൾ, സ്ട്രിൻഡ്ബർഗിന്റെ ഫിലിം റോളുകൾ. ആ മൃതദേഹങ്ങൾ ബഹുമാനപൂർവ്വം സ്റ്റോക്ക്ഹോമിലേക്ക് തിരികെ കൊണ്ടുവന്നു. 10,000 അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തെരുവുകളിൽ തടിച്ചുകൂടി. ഒരു കാലത്ത് കോമാളിയെന്ന് മുദ്രകുത്തപ്പെട്ട ആൻഡ്രി ഒരു ദുരന്ത നായകനായി മാറി. പക്ഷേ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് ആ ഫിലിം റോളുകൾ ഡെവലപ്പ് ചെയ്തപ്പോഴാണ്. 33 വർഷത്തെ ഇരുട്ടിനു ശേഷം ആ ചിത്രങ്ങൾ വെളിച്ചം കണ്ടു. തകർന്ന ബലൂൺ, മഞ്ഞുവണ്ടികൾ വലിക്കുന്ന ക്ഷീണിതരായ മനുഷ്യർ, വേട്ടയാടിയ ഹിമക്കരടി, അവസാനത്തെ ആ കൂര. ഓരോ ചിത്രവും
മരവിച്ച ആ നിശബ്ദതയ്ക്ക് ഒരു ശബ്ദം നൽകി. അവർ വെറുതെ മരിക്കുകയായിരുന്നില്ല, അവർ ജീവിക്കാൻ വേണ്ടി അവസാനം വരെ പോരാടുകയായിരുന്നു എന്ന് ആ ചിത്രങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവരുടെ യാത്ര ഉത്തരധ്രുവത്തിലെത്തിയില്ലായിരിക്കാം, പക്ഷേ അവരുടെ കഥ അത് ലോകത്തിന്റെ ഹൃദയത്തിലെത്തി. ആ ഫോട്ടോകളും ഡയറിക്കുറിപ്പുകളും ലോകത്തിനു മുന്നിൽ ഒരു പുതിയ വാതിൽ തുറന്നു. അത് കേവലം ഒരു പരാജയപ്പെട്ട ദൗത്യത്തിന്റെ കഥയല്ലാതായി മാറി, മറിച്ച് മനുഷ്യന്റെ സഹനശക്തിയുടെയും പ്രതിസന്ധിഘട്ടങ്ങളിൽ പോലും ചരിത്രം രേഖപ്പെടുത്താനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെയും പ്രതീകമായി. ആൻഡ്രിയും സംഘവും തങ്ങളുടെ ലക്ഷ്യത്തിൽ പരാജയപ്പെട്ടു, പക്ഷേ അവർ മറ്റൊന്നിൽ വിജയിച്ചു. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നതിൽ അവർ വിജയിച്ചു. വർഷങ്ങൾക്കിപ്പുറവും ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും അവരുടെ യഥാർത്ഥ മരണകാരണം എന്താണെന്ന് ചർച്ച ചെയ്യുന്നു. ഹിമക്കരടിയുടെ മാംസത്തിൽ നിന്ന് പകർന്ന രോഗമാണോ, ഭക്ഷണം സൂക്ഷിച്ച പാത്രങ്ങളിലെ ഈയം ഉള്ളിൽ ചെന്നതാണോ, അതോ കൊടും തണുപ്പും തളർച്ചയും മാത്രമായിരുന്നോ? ആ ഉത്തരങ്ങൾ ഒരുപക്ഷേ എന്നേക്കുമായി ആ മഞ്ഞിനടിയിൽ നഷ്ടപ്പെട്ടിരിക്കാം. പിന്നെ നിൽസ് സ്ട്രിൻബർഗിന്റെ പ്രിയപ്പെട്ട അന്നയുടെ കാര്യമോ? അവൾ അവനുവേണ്ടി ജീവിതകാലം മുഴുവൻ കാത്തിരുന്നു, മറ്റൊരാളെ വിവാഹം കഴിച്ചതേയില്ല. വർഷങ്ങൾക്ക് ശേഷം അവൾ മരിച്ചപ്പോൾ അവളുടെ ഹൃദയം അവന്റെ അന്ത്യവിശ്രമസ്ഥലത്ത് അടക്കം ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അങ്ങനെ മരണത്തിൽ അവർ ഒന്നായി. അവസാനം ആൻഡ്രിയുടെ ദൗത്യം മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെയും അതിരുകടന്ന സാഹസികതയുടെയും ചിലപ്പോൾ അപകടകരമായ സ്വപ്നങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. അവരുടെ ഏറ്റവും വലിയ വിജയം ഉത്തരധ്രുവത്തിലെത്തിയതായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പരാജയത്തെ, തങ്ങളുടെ മരണത്തെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്ത ഒരു ഓർമ്മയാക്കി മാറ്റിയതാണ്. ആ ഫിലിം റോളുകളിലൂടെ 33 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷവും അവർ ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സൈനിങ് ഓഫ്.